സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണ്, അതിന്റെ പ്രോജക്റ്റ് എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ, അമ്മയ്ക്ക് അറിയാവുന്നു. പക്ഷെ സാധനം ഇതാണ്. അപ്പൊ ഇതിനെ കുറിച്ച് പറയാൻ വേണ്ടി ഞാൻ അമ്മേനെ വിളിക്കാം. അമ്മയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. നമ്മൾ ഇന്ന് അപരാജിത ധൂപചൂർണത്തിനെ പറ്റി കേട്ടിട്ടുണ്ടോ? നമ്മൾ കോവിഡ് ടൈമിലൊക്കെ ഭയങ്കര വിവാദമായി എന്ന ഫേമസ് ആയ ഒരു സംഭവമാണ് അപരാജിത ധൂപചൂർണം. അപരാജിത ധൂപചൂർണം എന്ന് വെച്ചാല് നമ്മൾ പുകയ്ക്കുന്ന പൊടി എന്ന് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ എല്ലാ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലും ഇത് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോ ഇപ്പൊ നമുക്കൊരു കൊതുകൊക്കെ കൂടി പെരുകി വരുന്നൊരു സമയമാണ്. അപ്പൊ നമ്മൾ എല്ലാവരും വീട്ടിലെല്ലാം പുകയ്ക്കാറുണ്ട്. അപ്പം എല്ലാ വീട്ടിലും കുറച്ചു നേരം വൈകിട്ട് ആ കൊതുക് ഇറങ്ങുന്ന ഒരു സമയത്ത് പുകയ്ക്കുന്നത് നല്ലതാണ്. ഇപ്പൊ ഡെങ്കു ഒക്കെ ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അപരാജിത ധൂപചൂർണം എന്ന് പറയുന്നത് നമുക്ക് വീടുകളിലൊക്കെ പുകയ്ക്കാൻ പറ്റുന്ന ഒരു പൊടിയാണ്. അപ്പോൾ അത് എല്ലാ നിങ്ങളുടെ വീടുകളിന്റെ അടുത്തുള്ള എല്ലാ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലുകളിലും എല്ലാ ഗവൺമെന്റ് ഡിസ്പെൻസറികളിലും ആയുർവേദ ഡിസ്പെൻസറികളിലും ഫ്രീ ആയിട്ട് കിട്ടും. അല്ലാതെ വാങ്ങുന്നവർക്കാണെങ്കിൽ 60 രൂപയേ ഉള്ളൂ. അത് എല്ലായിടത്തും ആയുർവേദ ഫാർമസിയിലെല്ലാം വാങ്ങാനും കിട്ടുന്നതാണ്. അപ്പൊ ഇതാണ് അപരാജിത ധൂപചൂർണം. ഇത് ഔഷധിയുടെ അപരാജിത ധൂപചൂർണമാണ്. മിക്കവാറുള്ള എല്ലാ ഫാർമസികൾക്കും ധൂപചൂർണം ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്നത് പുകയ്ക്കാൻ പോവാണ്. അത് പുകയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പുകയ്ക്കാൻ ആരെയും പഠിപ്പിക്കണ്ട, എന്നാലും നമ്മളിപ്പം പുകയ്ക്കാൻ പോകുമ്പോൾ അതൊരു വീഡിയോ ആക്കണമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് കേട്ടോ. ഇതാണ് നമ്മൾ പുകയ്ക്കുന്ന ഭൂമികേഷൻ യന്ത്രം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ വീടുകളിലെല്ലാം ഉണ്ടല്ലോ പുകയ്ക്കുന്ന സാധനം. അപ്പൊ നമ്മളിവിടെ തന്നെ കുറച്ച് കനല് വേണം. അപ്പൊ കനല് നമ്മൾ ഓൾറെഡി ഇട്ട് നല്ലതും കത്താത്തതുകൊണ്ട് നമ്മളൊരു പീസ് പേപ്പറും ഇട്ട്, പേപ്പറിന്റെ ആവശ്യം ശരിക്കും ഇല്ല, കനല് മാത്രം മതിയാവും. ഇനി ആമിച്ചു ഇതിലേക്ക് ധൂപചൂർണം ആഡ് ചെയ്യുന്നതാണ്. ഇടുവാണേ, മതിയാവുമ്പോ പറയണേ. മതിയാ? കുറച്ചുകൂടി ഇട്ടോ. അപ്പൊ നമ്മൾ ഇത് പുകയ്ക്കാനുള്ള ആ കനലിലേക്ക് ധൂപചൂർണം ഇട്ട് കൊടുക്കുകയാണ്. മതിയാ? മതി. കുറച്ചിട്ടാ മതിയാവും. അല്ല, കുറച്ചുകൂടി ഇട്ടു. ഇതിപ്പം ഒട്ടുമില്ല, കുറച്ചുകൂടി ഇടാം. ഇതിനകത്ത് ദേവദാരു, അർക്കം, ഗുഗ്ഗുലു, ദ്യാമക, വജ, സർജരസ, നിംബ, അർക്ക തുടങ്ങിയവയൊക്കെയാണ് ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ശരീരത്തിന് ഒട്ടും ദോഷമില്ലാത്ത കുറേ ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. എല്ലാം നല്ലതാണ്. പുകയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ കൊതുക് പോകുമെന്ന് മാത്രമല്ല, നമ്മളുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ മൊത്തം ഒരു നല്ല മണവും നല്ലൊരു ഫ്രഷ്നെസ്സും ഒക്കെ വരും. പിന്നെ ഇതിൻ്റെ സ്റ്റഡീസൊക്കെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ആയത് ഞാൻ ലാസ്റ്റ് ഇടുന്നുണ്ട്, വേണ്ടവർക്ക് വായിക്കാം. ഹലോ ഫ്രണ്ട്സ്, ഇത് വേണമെങ്കിൽ സിറ്റ് ഔട്ടിലൊക്കെ വെക്കാവേ, പിന്നെ ബാത്റൂമിലും വെക്കാം. അതെന്തിനാന്ന്, ഇവിടെ ബോണ്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറാനാണ്. പിന്നെ വീണ്ടും അത് വേണമെങ്കിൽ ഇച്ചിരി നേരം വെച്ചിട്ട് പുറത്തുണ്ടോന്ന് വെക്കാം. നമുക്ക് ഇച്ചിരി നേരം പുറത്ത് വെച്ചിട്ട് ഇവിടത്തുള്ള ഇപ്പൊ തന്നെ ഇവിടെ കുറെ കൊതുകുകൾ പറക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് വീണ്ടും അകത്തുണ്ടോ. ഓക്കെ. ഈ ഒരു പുകയ്ക്കുന്നതിനെതിരെ കുറേ വിമർശനങ്ങളൊക്കെ കോവിഡ് ടൈമിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന് വെറുതെയാണ്, നല്ല റിസൾട്ടുള്ളതാണ് ഈ ഫ്യൂമിഗേഷൻ എന്ന് പറയുന്നത്. ഈ അപരാജിത ധൂപചൂർണം ആണെങ്കിൽ തന്നെ നമ്മൾ സ്റ്റഡീസൊക്കെ നടത്തുമ്പോൾ അത് കോളിഫോമിൻ്റെ ഒരു റെഡ്യൂസ് ചെയ്യുന്നതായിട്ടും ഫംഗൽ ഗ്രോത്ത് റെഡ്യൂസ് ചെയ്യുന്നതായിട്ടും ഒക്കെ റിസൾട്ട് വരുന്നുണ്ട്. നമുക്ക് ബാത്റൂമിലൊക്കെ കത്തിച്ച് വെച്ചിരുന്ന മോൾഡ് ഫോർമേഷനൊക്കെ കുറയുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.